KPCC മൊത്തം അടി ഇടി വെടി പുകയാണ്. സതീശൻ സുധാകരനുമായി അടി, മുഹമ്മദ് ഷിയാസിന് ഉമാ തോമസ് അനുകൂലിയുടെ അടി. അതിനിടയിലാണ് ആന്റണിയുടെ മകൻ BJP പോയ ഗ്യാപ്പിൽ ഡിജിറ്റൽ മീഡിയ സെൽ ഒറ്റപ്പാലം വാഴായ സരിനെയും തൃത്താല വാഴായ ബൽറാമിനെയും ഏൽപ്പിച്ചു കൊടുത്തത്. റൈറ്റ് മാൻ അറ്റ് ദ റൈറ്റ് ടൈം എന്ന് കേട്ടിട്ടില്ലേ? ഡിജിറ്റൽ മീഡിയ എന്ന് പറഞ്ഞാൽ തെറി വിളിക്കാനും അസഭ്യം പറയാനും അപരാധം പറയാനുമുള്ള സ്ഥലമാണെന്ന് മാത്രം അറിയാവുന്ന രണ്ടുപേരാണ് ബൽറാമും സരിനും. അങ്ങനെയുള്ള രണ്ടെണ്ണം ഒരുമിച്ച് ഒരു സ്ഥലത്ത് ചേർന്നാൽ എന്ത് സംഭവിക്കും എന്നറിയാമല്ലോ. അത് തന്നെ സംഭവിച്ചു. ഡിജിറ്റൽ മീഡിയ സെൽ മുഴുവൻ കൂട്ടയടി. ഓൺലൈൻ ഇടപാടുകൾ നടത്താൻ കൊണ്ടുവന്ന കമ്പനിയുടെ കരാർ മുതൽ അതിൽ ചെലവഴിച്ച പണം വരെ സകലതിലും ഉഡായിപ്പും വെട്ടിപ്പും. ഡിജിറ്റൽ മീഡിയയിൽ ആദ്യം തെറിവിളിക്ക് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നിലവിൽ അവന്മാരുടെ സംവിധാനം മൊത്തം പൊളിഞ്ഞു പാളീസായി കിടക്കുകയാണ്. കോവളത്തും ഇന്ദിരാഭവനിലും കൊച്ചിയിലുള്ള സംവിധാനങ്ങളൊക്കെ എന്തിനാണ് അവിടെ ഇരിക്കുന്നതെന്ന് പോലും കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു ഐഡിയ ഇല്ല. അതിനെപ്പറ്റി അവർക്കൊരു ധാരണയില്ലാത്ത അവസ്ഥയാണ്. ക്യാഷ് ഒക്കെ ഇന്ദിരാഭവനിൽ നിന്ന് പുറപ്പെട്ടു എങ്കിലും എത്തേണ്ടിടത്ത് എത്തിയിട്ടില്ല എന്നാണ് കരക്കമ്പി. മുക്കിയതിൻ്റെ ഷെയർ കിട്ടാത്ത കാരണം പരാതി പ്രളയമാണ്. വനിതകൾ ഉൾപ്പെടെ സരിനെതിരെ രംഗത്ത് വന്നതിലൂടെ പ്രശ്നങ്ങൾ മറ്റു വഴിക്ക് വല്ലതുമാണോ എന്നാണ് KPCCയുടെ ഇടനാഴിയിൽ കേൾക്കുന്ന ചർച്ച. ചാനലുകൾ കൂടെ ഇല്ലെങ്കിൽ കോൺഗ്രസിന്റെ അവസ്ഥ പരിതാപകരമാകും എന്നാണ് KPCCയുടെ മൊത്തത്തിലുള്ള വിലയിരുത്തൽ. അനിൽ ആന്റണിയുടെ പ്രേതബാധ ഉണ്ടോ എന്നതാണ് ഇന്ദിരാഭവനിലെ അടുക്കള വർത്താനം എന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ. കിട്ടിയ പൈസയ്ക്ക് സരിൻ തന്റെ രാഷ്ട്രീയ ഭാവിയും സാമ്പത്തിക ഭാവിയും സുരക്ഷിതമാക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞ് പരാതി എഴുതിയത് വായിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമാണല്ലോ. കിട്ടിയ തുട്ട് പുട്ടടിച്ചു. എന്നാൽ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നുണ്ടേ? അധികാരം പോയിട്ട് ഇരിക്കാനോ നിൽക്കാനോ പോലും ഒരു സംവിധാനം കേരള സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടിക്കില്ല. വല്ല കർണാടകയിൽ നിന്നോ രാജസ്ഥാനിൽ നിന്നോ വരുന്ന പൈസ പോലും കൈയിട്ട് വാരി മുക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ പ്രതിസന്ധിയുടെ കാലത്ത് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നുണ്ടേ? വെറുതെ അല്ല ഒറ്റപ്പാലത്തുകാർ അവിടെ കിടന്ന് IAS ആണ്, ആനയാണ്, ചേനയാണ്, കപ്പക്കിഴങ്ങാണെന്നൊക്കെ പറഞ്ഞിട്ടും അടുപ്പിക്കാത്തത്. മനസ്സിലായല്ല? ഇവനൊക്കെ അധികാരം കിട്ടിയാൽ അടിയാധാരം വരെ കക്കും മുക്കും വിറ്റ് തിന്നും.